അടിയുടെ ഇടിയുടെ പൊട്ടിയുടെ പൂരം ബിഗ് ബോസ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസ് ഞെട്ടിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികളെ മാത്രമല്ല, പ്രേക്ഷകരെ വരെ. ഈ വ്യാഴാഴ്ചക്കുള്ളിൽ രേണുസുതിയോ അനീഷോ രണ്ടുപേര് പുറത്താവും. അപ്പോൾ എന്താണെന്ന് കൂടുതൽ അറിയാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ലാലാട്ടം വന്നു കുറച്ച് പേർക്കൊക്കെ താക്കീതൊക്കെ ചെയ്തു. എന്നുവെച്ചാൽ ബിഗ് ബോസ് എന്ന മത്സരാർത്ഥികളിൽ ഈ തവണ വന്നതിന് ശേഷം ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റിങ്ങും ഒക്കെയാണ്. കുറച്ച് മത്സരാർത്ഥികൾ താക്കീത് ചെയ്തു. പിന്നെ ഗെയിം പഠിച്ചു വരും നമ്മുടെ മുൻഷി ഔട്ടായി. ഈ തവണ ഇന്ന് പ്രൊമോയിൽ ബിഗ് ബോസ് ഞെട്ടിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കാൻ പോവാന്ന് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്തു. അതോടുകൂടി മത്സരാർത്ഥികൾ പലരും ഒന്ന് പരിഭ്രമിച്ചു. പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ബിഗ് ബോസ്, പെട്ടെന്ന് എന്താണ് കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിന്റെ അടുത്ത ഇത് വന്നു. ഇത് ബിഗ് ബോസിന്റെ ഒരു കുതന്ത്രമാണ്, ഞാൻ പറയാൻ വയ്യേ. ഈ തവണ ഈ ചൊവ്വാഴ്ച അല്ല വ്യാഴാഴ്ച മിഡ് വീക്ക് നോമിനേഷൻ വരും. അതിൽ 2 പേര് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടാകും എന്ന് പറയും. ഈ നോമിനേഷനിൽ ആള് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ അപ്പോൾ അവർ തിരഞ്ഞെടുത്ത പേരുകളാണ് രേണുസുതി, അനീഷ്, ഷാരിക, റെന ഫാത്തിമ, ഓറിൻ സാബു, കലാവോൻ സരിക. ഇത്തരം പേരുടെ പേരുകളാണ് നോമിനേഷൻ പോയിരിക്കുന്നത്. ഈ വ്യാഴാഴ്ചക്കുള്ളിൽ ഇവർ 2 പേര് ഔട്ടാകും എന്നാണ് ഇത്. ഈ രേണുസുതി ആണോ അതോ അനീഷാണോ, ഇവരിൽ ആരാണോ ഔട്ടാകുന്നത് പറയാൻ പറ്റത്തില്ല. ഈ 2 പേര് വ്യാഴാഴ്ചക്കുള്ളിൽ, ചിലപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും, ചിലപ്പോൾ വ്യാഴാഴ്ചക്കുള്ളിൽ ഔട്ടാകും എന്നാണ് പിന്നെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തത്. അതേക്കുറിച്ചൊക്കെ ഇന്ന് അറിയാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ. പക്ഷേ ബോസേട്ടൻ 7ന്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞ് 7ന്റെ പണി തന്നെയാണ് ഇപ്പം ബിഗ് ബോസ് കൊടുത്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബിഗ് ബോസ് ഷോയെ കഴിഞ്ഞും വേറെ ലെവലിലേക്കാണ് ഈ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. വീക്കെൻഡ് നോമിനേഷൻ അത് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, ബിഗ് ബോസിലുള്ള ഇതാണ്. പക്ഷെ മലയാളം ബിഗ് ബോസിൽ അധികം ഉണ്ടായിട്ടില്ല. അതിന് മുന്നേ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കൂടുതൽ വീക്കെൻഡ് ഈ നോമിനേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ രേണുസുതിക്കും നമ്മുടെ അനീഷിന് അത്യാവശ്യം ഫാൻസ് ഉണ്ട്. അനീഷിനായി വരുന്നുണ്ട്. രേണുസുതിക്ക് പുറത്ത് നല്ല ഫാൻസ് ഉള്ള ആളാണ്, ഹേറ്റേഴ്സും ഉണ്ട്, ഫാൻസും ഉണ്ട്. പിന്നെ വേറെ എനിക്ക് തോന്നിയത് ബോസേട്ടൻ്റെ ഇതൊരു കളിയായിരിക്കും. ഇവരെ ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. ഈ മത്സരാർത്ഥികളെ ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്ക് വിടും. ഈ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് സീക്രട്ട് റൂമിലേക്ക് വിടാൻ ചിലപ്പോൾ സാധ്യത. എൻ്റെ ഒരു ഇതാണ് കേട്ടോ, ബിഗ് ബോസിന്റെ ചിന്താഗതിയല്ലേ, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ. എന്നിട്ട് അവരൊക്കെ കളിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ചിലപ്പോൾ അനീഷിനെയോ അല്ലെങ്കിൽ രേണുസുതിനെയോ കൊണ്ടുപോകും. എന്നിട്ട് ഇവരെ 2 പേരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് മറ്റു മത്സരാർത്ഥികളൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് അതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവരെ ഔട്ടാക്കാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ബോസേട്ടൻ്റെ കളികളാണ്. എന്തായാലും ഈ തവണത്തെ ബിഗ് ബോസ് പ്രേക്ഷകരെ മാത്രമല്ല മത്സരാർത്ഥികളെ വരെ ഓരോ ദിവസം ചെല്ലുന്നവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. ലാലട്ടം പറഞ്ഞ പോലെ 7ന്റെ പണിയാണ് മത്സരാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. വേറെ ലെവൽ ബിഗ് ബോസ് ആണ് ഈ തവണ വന്നിരിക്കുന്നത്. പഴയ പോലത്തെ പുതിയ കുറേ മാറ്റങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് എന്ന ഷോ ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.